മുത്തശ്ശി ഇതെവിടെ പോയി? മുത്തശ്ശിയെ കാണാത്തതിന്റെ പരിഭവത്തിലാണോ താനിപ്പോ? അത് പേടിക്കാനൊന്നുമില്ല. നമുക്ക് രണ്ടുപേർക്കും കുറച്ചു നേരം സല്ലപിക്കാൻ വേണ്ടി മുത്തശ്ശി മനഃപൂർവ്വം മാറിക്കളഞ്ഞതാ. അവരിപ്പോ വീട്ടിലെത്തി കാണും. മുത്തശ്ശി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ഇനിയെങ്കിലും അമ്മ പറയുന്നത് അതേപടി അനുസരിക്കാമെന്നൊന്നും നീ പ്രതിജ്ഞ എടുക്കരുത്. നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ജീവിച്ചു തീർക്കണം കേട്ടോ. അതല്ലാതെ അമ്മായിയമ്മയുടെ വാക്കും കേട്ട് എന്നെ തീർത്തും അങ്ങ് അവോയ്ഡ് ചെയ്യരുത്. ഹലോ മാനേജർ മാഡം, പിണങ്ങിപ്പോവല്ലേ? ഐ എം സോറി. സോറി പറഞ്ഞാ പിന്നെ പിണക്കം പാടില്ലെന്ന. ഇനിയിപ്പോ എന്താ വേണ്ടേ? തന്നെ കളിയാക്കിയതിന് ഞാൻ നേരത്തെ വിടണോ? അതും ചെയ്യാം. 1 2 3 4 5 6 7. വാ, എന്തായാലും നടക്കാനിറങ്ങിയല്ലേ, നമുക്ക് കുറച്ചുകൂടി നടക്കാം. ഓ, പിന്നെ മതിയെങ്കിൽ പിന്നെ മതി. വാ. തനിക്ക് ഒരു കാര്യം അറിയോ? ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന ദിവസങ്ങളിലെ 2 പ്രാവശ്യം താൻ എൻ്റെ ഒപ്പം വന്നിട്ട് സ്വപ്നം കണ്ടു. നീ സ്വപ്നമാണോ അത് സത്യമാണോ എന്ന് ഇപ്പോഴും എനിക്കറിയില്ല. താനും അതേ സ്വപ്നം തന്നെ കണ്ടെന്നോ? അതെ, തന്നെ അടുത്ത് കിട്ടാത്തതിന്റെ സങ്കടം ഞാൻ മൂകാംബ അമ്മയോട് പറഞ്ഞിരുന്നു. ദേവി അതിനുള്ള പരിഹാരം ചെയ്താവും അങ്ങനെ. പക്ഷേ പിറ്റേ ദിവസവും നിന്നെ അങ്ങനെ കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അന്നങ്ങനെ നടന്നില്ല. പക്ഷെ അതിന് പകരം തിരിച്ചുള്ള യാത്രക്കിടയിൽ വിജനമായ ഒരു കാട്ടുമുക്കിനിടയിൽ വെച്ച് എന്റെ വല്യമ്മാവൻ കുഞ്ഞികൃഷ്ണനെ ഞാൻ കണ്ടു. ഏയ് ചേട്ടാ, കുടിക്കാൻ അല്പം വെള്ളം കിട്ടുമോ? നല്ല ദാഹം. ആ വല്യമ്മാവൻ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ സന്ദീപ്. വല്യമ്മാവൻ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോ ഒരാശ്വാസം. പക്ഷെ എന്നെ കണ്ടിട്ടും മനസ്സിലായിട്ടും എന്തിനാണ് എനിക്ക് മുഖം തരാതെ ഓടിക്കളഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്താ ആലോചിക്കുന്നത്? ഇവിടെ എന്താ സംഭവിച്ചത്? എന്താടാ ഇത്? നോട്ട് റോട്ടിലാണോ പെണ്ണുങ്ങളോട് നിന്റെ അക്രമം? എന്താടാ ഇത്?
നിന്റെയൊക്കെ ഗുണ്ടായിസോ? ഒളിച്ചോടി വന്നതാണെന്ന് നിന്റെ അടുത്ത് ആരാടാ പറഞ്ഞത്? അഥവാ ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ പബ്ലിക് റോഡിലൂടെ ഓടിച്ചിട്ടാണോ ഒരു പെങ്കൊച്ചിനെ പിടിച്ചോണ്ട് പോകുന്നേ? നിന്നെയൊക്കെ എത്തിക്കേണ്ടടുത്ത് ഞാൻ എത്തിക്കുന്നുണ്ട്. അപ്പൊ അവരിവിടെ എത്തിയോ? ഏതായാലും തക്ക സമയത്ത് ആ പോലീസ് ഓഫീസർ ഇവിടെ വന്നത് ഭാഗ്യേ അല്ലേ? അന്ന് വന്ന പോലീസ് ഓഫീസറെ കണ്ടിട്ട് വിദ്യാമ്മയെ പോലെ തോന്നിയെന്നോ? എന്റെ ദേവുട്ടി, അതൊക്കെ വിദ്യാമ്മയോടുള്ള ഇഷ്ടം കൊണ്ട് നിനക്ക് തോന്നിപ്പോകുന്നതാ. എന്താ അവരുടെ പേര്? ജനനി അയ്യർ. ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ നമുക്ക് അവരെ പോയി കണ്ട് ഒരു നന്ദി പറയണം. മാഡം ഒന്നും കഴിക്കുന്നില്ലേ? കുറച്ച് കഴിയട്ടെ. അവരെ ഇതുവരെയായിട്ടും കാണുന്നില്ലല്ലോ ശകുന്തളെ. സന്ദീപ് സാറും ദേവൂട്ടിയും ഇതുവരെ തിരിച്ചു വന്നില്ലേ? ഞാൻ കരുതി സന്ദീപ് സാറ് എപ്പോഴേ തിരിച്ചു വന്നു കാണുമെന്ന്. സുകുമാരി മാഡം വന്നിട്ട് മണിക്കൂർ ഒന്നായല്ലോ. എന്നിട്ടും അവര് രണ്ടുപേരും ഇതുവരെ തിരിച്ചു വന്നില്ലേ? ആ, എങ്കിൽ രണ്ടുപേരും കൂടി ഹണിമൂൺ ആഘോഷിക്കാൻ പോയതായിരിക്കും. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. എന്റെ മോനെ ഇക്കാര്യത്തിൽ എനിക്ക് വിശ്വാസം ഇല്ലെങ്കിലും ദേവൂട്ടി എനിക്ക് വിശ്വാസം. അവന് ദോഷം വരുമെന്ന് കരുതി അവൾ അങ്ങനെ ഒന്നും ചെയ്യില്ല.